2002 8ാം ക്ലാസ്സിലെ IT ഒരു പഠന വിഷയമാക്കിക്കൊണ്ട് ലോഞ്ച് ചെയ്ത IT സ്കൂൾ പ്രോജക്റ്റ് 2003 ആവുമ്പോഴേക്കും സബ്ജക്ട് വിഷയം 8, 9, 10 ക്ലാസ്സുകളിലേക്ക് നടത്തി 2005 SLCക്ക് ഒരു പഠന വിഷയം എന്ന് പറഞ്ഞ ഒരു 40 മാർക്കിന് ഒരു പേപ്പറാക്കി നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രോജക്റ്റാണ് IT സ്കൂൾ പ്രോജക്റ്റ്. IT സ്കൂൾ പ്രോജക്റ്റിന്റെ വിവിധ തരം പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് അറിയാം. നല്ലതുകൂടെ പറയാനോ ഇവിടെ വിവിധതരം ട്രെയിനിങ്ങൾ, വിവിധതരം പരിശീലനങ്ങൾ നടപ്പാക്കുക. ഇതാണ് IT സ്കൂൾ പ്രോജക്റ്റ് ചെയ്തു വരുന്ന ഒരു പ്രവർത്തനം. അധ്യാപകർക്ക് എന്ന് പറഞ്ഞ ജോലിയിൽ ചേർന്ന അധ്യാപകർക്ക് IT-യുടെ ലിനക്സിൽ IT സ്കൂൾ ഗുരു ലിനക്സിൽ 6 ദിവസത്തെ വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട്. അതേപോലെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന മറ്റധ്യാപകർക്ക് ഇന്റർനെറ്റിലുള്ള ട്രെയിനിങ്, പ്രധാന അധ്യാപകർക്കുള്ള ട്രെയിനിങ്, VHSC അധ്യാപകർക്കുള്ള ട്രെയിനിങ്, അങ്ങനെ വിവിധതരം ട്രെയിനിങ്ങുകൾ നമ്മുടെ ഈ പ്രോജക്റ്റ് നടത്തിപ്പോവുകയാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഒരു കുട്ടിക്ക് അറിയാവുന്ന അത്ര ഒരു മുതിർന്ന ആൾക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതുതായിട്ടൊരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ടൂൾ ഉപയോഗിച്ച് അതിനെ ഓപ്പൺ ചെയ്ത് എന്തെല്ലാം മേഖലയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് കുട്ടികൾ വളരെ സ്കിൽഡ് ആയിരിക്കും. ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് എല്ലാ സ്കൂളിലും ഡ്രോയിങ് മാഷ്മാരുണ്ടോ എന്നുള്ളത് അറിയില്ല. ഉള്ള സ്കൂളുകളിലൊക്കെ ഡിജിറ്റൽ അല്ലാത്ത രീതിയിലുള്ള മാത്രം വർക്ക് നടക്കുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോണത് പുതിയൊരു മേഖലയാണ്. അപ്പൊ ഓരോ മേഖലയും നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്തായിരിക്കണം, മനസ്സിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഒഴിവാക്കി നിർത്തിയിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് കടക്കാനായിട്ട്. ഓരോ മീഡിയം പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഒരു അകൽച്ച നമ്മുടെ മനസ്സിലിരിക്കും. ആദ്യം അത്തരത്തിലുള്ളൊരു അകൽച്ച മാറ്റി നിർത്തുക. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം നേടിയിട്ട് നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളിയുടെ കരിയാണ്. ആ വള്ളി കരിച്ചുള്ള ചാർക്കോളിനാണ്. മുന്തിരിവള്ളിയുടെ തണ്ട് കരിച്ചുള്ള ആ കരിയാണ്. ഇതൊക്കെ കാർബണിന്റെ ഇതല്ല, പെൻസിൽ കൂടുതലാണ്. അപ്പോ നമ്മളിത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മീഡിയം ഏതാന്ന് പറയണമെങ്കിൽ ഓയിൽ പെയിന്റ്, വാട്ടർ കളറ്, ക്രയോൺസ്, ചാർക്കോള്, പെൻസില്, പെന്ന്, ഇതൊക്കെ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ മാത്രമല്ല, വേറെ ഒന്നും നിങ്ങളതിനെ കുറിച്ചിട്ട് ബോധർ ചെയ്യണ്ട. ഇതിന്റെ അവതരിപ്പിക്കാനുള്ള പേടിയോ ഇതൊന്നും വേണ്ട. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ചെയ്യണം. ഇതെല്ലാവരും ഒരേ കഴിവുള്ള കുട്ടികളാണ്. സർക്കിള്, എലിപ്സ്, ടോറോയിഡ് അല്ല. അപ്പൊ ആ സർക്കിളിന്റെ ഈ തല മാത്രം കളയാൻ കഴിഞ്ഞാൽ ഞാൻ മറ്റേ എലിപ്സിന്റെ ആ ടൂൾ എടുത്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിന് എടുത്ത് കഴിഞ്ഞാൽ തല മാത്രം പോയി അല്ല കാണാതി. ആ മാത്രം ഡേറ്റ് ചെയ്ത് കളയാൻ കഴിഞ്ഞാൽ കരിക്കില്ല. വേണ്ട, അതിന് മയക്കം കൊണ്ടുകൊണ്ടാണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ അടുത്തുള്ള ഒന്നും പോവാതെ ഇത് കട്ട് ചെയ്ത് കളയുന്നത് തിരിട്ട് മാറ്റില്ല. അപ്പൊ ടൂളിന്റെ ഉപയോഗം ഞാൻ ഇനി ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തല്ലോ. ഇനി പറയേണ്ട കാര്യമുണ്ടോ? വ്യക്തമായിട്ട് മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ 3 കാണുന്നത് സെലക്ഷൻ ടൂൾസാണ്. ഇതിന് നമ്മുടെ ടെൻഡൻസി നിങ്ങളിലുണ്ടാവും. അങ്ങനെ കണ്ടെത്തിയുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. ആദ്യത്തെ ടൂളിന്റെ പേര് റെക്ടാങ്കുലർ സെലക്ഷനാണ്. റെക്ടാങ്കുലർ. രണ്ടാമത്തെ എലിപ്റ്റിക്കൽ റീജിയൻസ്. സർക്കിളിന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. സെലക്ഷൻ. മൂന്നാമത്തെയോ ഹാൻഡ് ഡ്രോൺ സെലക്ഷനാണ്. നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിന്റെ
അത് സെലക്ട് കണ്ടിന്യൂസ് ആണ്. അതായത് അതിൽ ആ ടൂൾ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടായ കാണാണ്ട അതിൽ ഇവിടെ കാണാൻ അതായത് ആ ഒരു കറുപ്പ് ഭാഗം സെലക്ഷൻ ബ്ലിങ്ക് ചെയ്തിട്ട് അപ്പൊ ആ ഭാഗം മാത്രം ആ കറുപ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രം അത് സെലക്ട് ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതിന്റെ ഭാഗത്തേക്ക് ഈ വരച്ചുള്ള ഭാഗത്തേക്ക് നമുക്ക് അല്പം വല്ലാതെ ബോറടിച്ചോ? അപ്പോൾ ഇടയ്ക്കൊക്കെ സൗകര്യം കിട്ടാറുണ്ട്, ചെയ്ത് നോക്കാറുണ്ട്, താല്പര്യമുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും മേഖലയിൽ താല്പര്യമുണ്ടോ? എന്താ നിൻ്റെ അഭിപ്രായം ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചും നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ചും? നല്ലൊരു പരിപാടി, കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മളിപ്പോൾ